ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിക്ക് നാളെ ബ്രസീലിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നൈജീരിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി. ഭീകരവാദം, കടൽക്കൊള്ള എന്നിവ നേരിടുന്നതിന് ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തും. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് പിന്തുണ ഉറപ്പു നൽകി അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും. വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടാണ് വിഷൻ നെക്സ്റ്റ് പദ്ധതിയെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ജപ്പാനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. G20 ഉച്ചകോടിക്ക് നാളെ ബ്രസീലിൽ തുടക്കം. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 2 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രസീലിലെത്തും. കഴിഞ്ഞ G20 ഉച്ചകോടിയിലുണ്ടായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ പ്രവർത്തന പുരോഗതിയെക്കുറിച്ചും വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചും ശ്രീ മോദി പ്രസ്താവന നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന വിവിധ രാഷ്ട്രത്തലവന്മാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നൈജീരിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി ഇന്ന് നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജം, സാങ്കേതികവിദ്യ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഭീകരവാദം, കടൽക്കൊള്ള തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. नाइजीरिया के साथ अपनी स्ट्रेटेजिक पार्टनरशिप को हम उच्च प्राथमिकता देते हैं. रक्षा, ऊर्जा, आर्थिक विषय, टेक्नोलॉजी, हेल्थ, एजुकेशन, कल्चर जैसे कई क्षेत्र ऐसे हैं में हमारा सहयोग मजबूत है और अनेक नई संभावनाएं भी हमारे इस संबंधों में जुड़ी हुई है. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നൈജീരിയയെ സഹായിക്കാൻ ഇന്ത്യ 20 ടൺ സഹായ വസ്തുക്കൾ അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിക്സിന്റെ പങ്കാളി രാജ്യമായതിന് നൈജീരിയയെ അഭിനന്ദിച്ച ശ്രീ മോദി ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് നൈജർ പുരസ്കാരം നൽകി ആദരിച്ചതിന് ശ്രീ മോദി നൈജീരിയൻ പ്രസിഡന്റിനെ നന്ദി അറിയിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത ശേഷം ബ്രസീലിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഗയാനയിലെത്തും. വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് വിഷൻ നെക്സ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഡിസൈനിംഗ് വ്യവസായം $176 ബില്യൺ വളർച്ച കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ തമിഴ്നാടിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിരുദുനഗർ ജില്ലയിൽ ടെക്സ്റ്റൈൽ പാർക്ക് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്നും ശ്രീ ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ബുധനാഴ്ച ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 4136 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമാണ് ബുധനാഴ്ച നടക്കുന്നത്. കേരളത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ബുധനാഴ്ചയാണ്. സംസ്ഥാനത്തെ 3 മുന്നണികളിലെയും മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് അവസാനഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്നു. LDF സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, UDF സ്ഥാനാർത്ഥിക്കായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, NDA സ്ഥാനാർത്ഥിക്കായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങി പ്രമുഖർ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെയും മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഈ മാസം 23-നാണ്. ശ്രീലങ്കയിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുടെ സാന്നിധ്യത്തിൽ നാളെ നടക്കും. ഹരിണി അമരസൂര്യയെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിക്കുമെന്നും വിജിത ഹെറാത്ത് വിദേശകാര്യമന്ത്രിയായി തുടരുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയിൽ നിന്ന് രാജിവച്ചു.
ജനസേവനത്തെക്കാൾ ഉപരി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണിപ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ശ്രീ ഗെഹ്ലോട്ട് രാജിക്കത്തിൽ വ്യക്തമാക്കി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ശ്രീ ഗെഹ്ലോട്ട് ആരോപിച്ചു. അതേസമയം ഗെഹ്ലോട്ടിന്റെ ധീരമായ തീരുമാനമെന്ന് ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ജപ്പാനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഇന്ത്യയ്ക്ക് ജയം. ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി നവ്നീത് കൌർ 35-ാം മിനിറ്റിലും ദീപിക കുമാരി 46-48 മിനിറ്റുകളിലുമായാണ് സ്കോർ ചെയ്തത്. ഇതോടെ ഗ്രൂപ്പ് തലത്തിലെ 5 മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യ ഒന്നാമതായി നോക്കൌട്ടിലെത്തി. ഇന്ത്യൻ തീരസുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ചെന്നൈയിൽ നടന്നു. കമ്മിറ്റി അധ്യക്ഷൻ രാധാമോഹൻ സിംഗ്, രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ തീരസുരക്ഷാ വെല്ലുവിളികൾ, പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദീകരണം തീരസുരക്ഷാ സേനാ മേധാവി എസ് പരമേശ് അവതരിപ്പിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് പിന്തുണ ഉറപ്പു നൽകി അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും. ഓസ്ട്രേലിയയിലെ ഡാർവിനിൽ നടന്ന ത്രിരാഷ്ട്ര പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനു ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷയത്തിൽ ഇന്ത്യയുടെ നേതൃത്വം രാജ്യങ്ങൾ അംഗീകരിച്ചു. Today we're also announcing that our 3 countries will be cooperating with India, and India, part of this announcement obviously, increased maritime domain awareness activities. All of us are maritime nations, including India, and maritime domain awareness in the oceans around our respective countries is fundamentally important, and that the 4 of us will now work much more closely together in respect of those activities. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ചൊവ്വാഴ്ച യുഎസിലെ കേപ്പ് കനാവറലിൽ നിന്ന് വിക്ഷേപിക്കും. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് വിക്ഷേപണം നടത്തുന്നതെന്ന് ISRO മേധാവി എസ് സോമനാഥ് അറിയിച്ചു. ഉപഗ്രഹം 14 വർഷത്തേക്ക് പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സുപ്രധാന സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായമൊരുക്കാൻ തീർത്ഥാടന പാതയിൽ കനിവ് 108ന്റെ ദ്രുതകർമ്മ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സന്നിധാനത്തെത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിൽ പ്രത്യേക വരി, 18ാം പടി കയറിയെത്തുമ്പോൾ നേരിട്ട് ദർശനം തുടങ്ങി വിവിധ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മെച്ചപ്പെട്ട ഉൽപാദനത്തെ തുടർന്ന് രാജ്യത്ത് തക്കാളിയുടെ വിലയിൽ 22% കുറവ്. കഴിഞ്ഞ മാസം ഇതേസമയം തക്കാളിയുടെ ശരാശരി ചില്ലറ വില കിലോയ്ക്ക് 67 രൂപയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ നിലവിലെ വില 52 രൂപ 35 പൈസയാണ്. പ്രാദേശികമായി പെപ്പിറ്റോ എന്നറിയപ്പെടുന്ന മാൻ-ഇ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പീൻസിലെ ജനജീവിതം താറുമാറായി. 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഒരു മാസത്തിനിടയിൽ 6ാം തവണയാണ് ഫിലിപ്പീൻസ് ചുഴലിക്കാറ്റ് മൂലം ബുദ്ധിമുട്ടുന്നത്. നിലവിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശിവസേന നേതാവ് ബാലസാഹേബ് താക്കറെയുടെ ഓർമ്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാരാഷ്ട്രയുടെ വികസനത്തിലും പുരോഗതിയിലും അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാവാണ് താക്കറെയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായിക്ക് 96ാം ചരമവാർഷികത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. പഞ്ചാബിലെ മോഗ ജില്ലയിലെ അദ്ദേഹത്തിന്റെ ജന്മഗ്രാമമായ ദുധികയിൽ ഇതോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങ് നടന്നു. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നതിനിടെ ബ്രിട്ടീഷ് പോലീസിന്റെ മർദ്ദനമേറ്റാണ് ലാലാ ലജ്പത് റായ് മരിച്ചത്. യുക്രൈനിൽ വിവിധ ഊർജ്ജോൽപാദന നിലയങ്ങൾക്ക് നേരെ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണം. വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിക്ക് നാളെ ബ്രസീലിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നൈജീരിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി. ഭീകരവാദം, കടൽക്കൊള്ള എന്നിവ നേരിടുന്നതിന് ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തും. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് പിന്തുണ ഉറപ്പു നൽകി അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും. വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടാണ് വിഷൻ നെക്സ്റ്റ് പദ്ധതിയെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ജപ്പാനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.